ഹായ് പ്രിയമുള്ളവരെ, ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഹൈദരാബാദിലെ ഒരു പൊതുചടങ്ങിൽ വെച്ച് സ്വർണം വാങ്ങുന്നതിനെ പറ്റിയുള്ള ഒരു പ്രസ്താവന നടത്തുകയുണ്ടായില്ല. എന്താണ് ഈ പ്രസ്താവനയുടെ പൊരുൾ എന്ന് നമ്മൾ ഒരു അവ്യക്തത നിലനിന്നിരുന്നു. അതിന്റെ അന്വേഷണത്തിൽ നമ്മളത് മനസ്സിലാക്കിയത്, പ്രധാനമന്ത്രി ഇന്ത്യക്കാർ മൊത്തത്തിൽ സ്വർണം ഉപയോഗം കൂടുതലുള്ള ആളുകളാണ്. ഒരാൾ ജനിക്കുന്നത് മുതൽ അങ്ങോട്ട് സ്വർണത്തിന്റെ ഉപയോഗം ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അത് ഗിഫ്റ്റായിട്ടും ആവശ്യാർത്ഥമായിട്ടും ഒക്കെ സ്വർണം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ, ഈ പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന ഈ അവസരത്തിൽ ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങൾ ഒക്കെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്, ഇന്ത്യക്കാർ ഒരു വർഷത്തേക്ക് സ്വർണം, വിവാഹം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങുന്നത് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നാണ്. നമ്മൾ കൂടുതലും 85% സ്വർണത്തിന്റെ 85% ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. സ്വർണത്തിന്റെ ഉപയോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പെട്ട ഒരു രാജ്യമാണ് നമ്മുടേത്. സ്വർണവും കൂടുതലും 85% നമ്മൾ ഇറക്കുമതിയുമാണ് ചെയ്യുന്നത്. സ്വർണ്ണവില കൂടാനുള്ള ഒരു പ്രധാന കാരണം, അത് നമുക്ക് ഇതിന്റെ മുന്നത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, അത് സുരക്ഷിത നിക്ഷേപം എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ യുദ്ധ സാഹചര്യങ്ങളിലും മറ്റുള്ള അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിലും ഒക്കെ സ്വർണത്തിന്റെ വില കൂടും എന്നതിൽ തർക്കമില്ല. കാരണം അത് സുരക്ഷിത നിക്ഷേപമായി ജനങ്ങൾ കാണുന്ന ഒരു ലോഹമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വർണത്തിന്റെ വില കൂടുന്നത്. കൂടുതലിന്റെ വില കൂടുന്നതിനെ പറ്റി നമുക്ക് വ്യക്തമായി എല്ലാവർക്കും അറിയാമല്ലോ. ഗ്യാസും കൂടുതലും ഒക്കെ ലഭ്യത കുറവ്, അത് ഇതിന്റെ ഹോർമോസ്, ഇതൊക്കെ വിഷയങ്ങളുള്ളത് കാരണം തന്നെയാണ് ഈ പശ്ചിമേഷ്യയിലെ പ്രത്യേക യുദ്ധ സാഹചര്യം, ഇതൊക്കെ തന്നെയാണ് കൂടുതലിന്റെ ലഭ്യത നമുക്ക് കുറയുന്നത്. കൂടുതൽ ഉൽപാദനത്തിൽ അവിടെ കുറവൊന്നുമില്ല, പക്ഷെ അതിന്റെ ലഭ്യത നമുക്ക് കുറയുകയാണ്. ഈ നമുക്ക് കുറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ഒരു പ്രതിസന്ധി നമുക്ക് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഈ 2 സാധനങ്ങളുടെ ഉപയോഗം കുറക്കണം എന്ന് പറഞ്ഞത്. സ്വർണത്തിന്റെ തിരുവ ടാക്സ് വർദ്ധിപ്പിക്കുക, അത്തരം നടപടികളൊന്നും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നില്ല എങ്കിലും അതും അനിവാര്യമായി വരും ചില സമയങ്ങളിൽ. ഇപ്പൊ അതിന്റെ രത്നചുരുക്കം എന്ന് പറഞ്ഞാൽ വിദേശ നാണ്യം സംരക്ഷിക്കുക. 3 കാര്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദേശ നാണ്യം സംരക്ഷിക്കുക, വർദ്ധിച്ചു വരുന്ന എണ്ണവിലയും ഇറക്കുമതി ചിലവ് കുറക്കുക, രൂപയുടെ മൂല്യം നിലനിർത്തുക. രൂപയുടെ മൂല്യം നിലനിർത്തിയാലാണ് ആഭ്യന്തര വിപണിയിൽ വില വർധനവ് ഇല്ലാതിരിക്കുകയാണ്. ആഭ്യന്തര വിപണിയെ പിടിച്ചു നിർത്തണമെങ്കിൽ രൂപയുടെ മൂല്യം നിലനിർത്തേണ്ടതുണ്ട്. അപ്പോൾ ആ രൂപയുടെ മൂല്യം നിലനിർത്തണമെങ്കിൽ ഇറക്കുമതി ചെലവ് നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇറക്കുമതി ചെലവ് എന്ന് പറഞ്ഞാൽ കൂടുതലും സ്വർണവും നമ്മൾ 85% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായതിനാൽ നമ്മൾ ഈ ഇറക്കുമതിക്ക് വേണ്ടി ഡോളർ, നമ്മുടെ വിദേശ ശേഖരത്തിൽ നിന്ന്, നാണ്യശേഖരത്തിൽ നിന്ന് ഡോളർ ചെലവഴിക്കേണ്ടി വരും. ആ ഡോളർ ചെലവഴിക്കുമ്പോൾ നമ്മുടെ വിദേശ നാണ്യശേഖരം മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കിട്ടാതെ വരും. അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഒഴിവാക്കുവാൻ, അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാൽ ആഭ്യന്തര വിപണിയിൽ കാര്യമായ വിലക്കയറ്റം ഉണ്ടാവും. അപ്പൊ ആ വിലക്കയറ്റം ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ തന്നെ സ്വർണത്തിന്റെ ഉപയോഗവും കൂടുതലിന്റെ ഉപയോഗവും പരമാവധി കുറക്കുക. കൂടുതലിന്റെ ഉപയോഗം നമ്മൾ പരമാവധി എങ്ങനെ കുറക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ സ്വന്തം കാറ് ഉപയോഗിക്കാതെ അത് പൊതുഗതാഗതം ഉപയോഗിക്കുക. കൂടുതലും അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കുക. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ പൊതുഗതാഗതം ഉപയോഗിക്കുക. പിന്നെ കറണ്ടിലേക്ക്, മറ്റുള്ള വാഹനങ്ങളിലേക്ക് മാറാൻ സൗകര്യമുള്ളവർ അത് മാറുക. കറണ്ടിന്റെ കാറ്, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ രത്നചുരുക്കം. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. സ്വർണം ഇറക്കുമതി ചെയ്യുമ്പോൾ വൻതോതിൽ $US വിദേശ രാജ്യങ്ങൾക്ക് നൽകേണ്ടതായി വരും. അതാണ് അതിന്റെ ഒരു വസ്തുത. നിലവിൽ ആഗോള പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ രാജ്യത്തിന്റെ കൈവശമുള്ള ഡോളർ ശേഖരം മറ്റ് ആവശ്യങ്ങൾക്ക് കരുതി വെക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. കാരണം ഇപ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ മുഴുവൻ കരുതൽ ശേഖരവും ഇതിനു വേണ്ടി, ഈ 2 ആവശ്യത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മറ്റൊന്നും ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ 2 ആവശ്യങ്ങൾ നമ്മൾ പരമാവധി കുറക്കണം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇത് തന്നെയാണ് രണ്ടാമത്തെ കാര്യത്തിലും
അദ്ദേഹം ഉദ്ദേശിച്ച പശ്ചിമേഷ്യയിലെ സംഘർഷം തന്നെയാണ്. രൂപയുടെ മൂല്യം നിലനിർത്തുക, സ്വർണത്തിന്റെയും എണ്ണക്കുമായി കൂടുതൽ ഡോളർ ചിലവഴിക്കുന്നത് അവസാനിപ്പിക്കുക. വിദേശ വിനിമയ വിപണിയിൽ രൂപയുടെ മൂല്യം ഇനിയും ഇടിയാൻ ഇത് കാരണമാകും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മള് ഇത് തന്നെയാണ് ഇതിന്റെ രത്ന ചുരുക്കം. കാരണം നമ്മുടെ വിദേശ നാണ്യശേഖരം നമുക്ക് ഒരു പരിധി വിട്ട് ചിലവഴിക്കാൻ സാധിക്കില്ല. ആ പരിധി വിട്ട് നമ്മൾ ചിലവഴിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തര വിപണിയിൽ നമുക്ക് വിലക്കയറ്റം ഉറപ്പാണ്. ആഭ്യന്തര വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മൾ സ്വർണത്തിന്റെയും ക്രൂഡ് ഓയിലിന്റെയും ഉപയോഗം പരമാവധി കുറച്ചു കൊണ്ടുവരണം എന്നാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങരുത് എന്ന് പറഞ്ഞാൽ സ്വർണ്ണ വിപണിയും മറ്റും അങ്ങനത്തെ ഒരു ചാഞ്ചാട്ടങ്ങളൊക്കെ അവിടെ വരും. കാരണം പറയുന്നത് പ്രധാനമന്ത്രിയുമാണല്ലോ. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതാണ്. ഈ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്, ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. 85% നമ്മൾ 85%-ഓളം ക്രൂഡ് ഓയിലും സ്വർണവും ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിദേശ നാണ്യശേഖരം മുഴുവനായും അതിന് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ മറ്റ് ആവശ്യങ്ങൾക്ക് നമ്മുടെ നാണ്യശേഖരം ലഭ്യമല്ലാത്ത അവസ്ഥ വരും. ആ അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടി പരമാവധി ഉപയോഗം കുറക്കുക എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അങ്ങനെ പരമാവധി ഉപയോഗം കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് സാധനങ്ങളുടെയും ഇറക്കുമതി കുറക്കാൻ സാധിക്കും. ഇറക്കുമതി കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിക്കും. ഈ പശ്ചിമേഷ്യ സംഘർഷ സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ കാര്യം ജനങ്ങളോടായി പറഞ്ഞത്. ഈ സംഘർഷാവസ്ഥ അവസാനിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ തന്നെ ആവശ്യാനുസരണം വാങ്ങാനും വിൽക്കാനും ഒക്കെ സാധിക്കും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനും ഉള്ളത്. അപ്പോൾ പ്രധാനമന്ത്രി ഹൈദരാബാദിൽ സ്വർണം വാങ്ങുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ കുറെ അതിന്റെ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തിയിരുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് മനസ്സിലാവുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇതാണ് അതിന്റെ രത്ന ചുരുക്കം. കാരണം ഈ രണ്ട് സാധനം നമ്മൾ 85% ഇറക്കുമതി ചെയ്യുകയാണ്, സ്വർണവും ക്രൂഡ് ഓയിലും. ഇതിനു വേണ്ടി നമ്മുടെ വിദേശ നാണ്യശേഖരം മുഴുവൻ ചെലവഴിച്ചു കഴിഞ്ഞാൽ മറ്റാവശ്യങ്ങൾക്ക് നമുക്ക് നാണ്യശേഖരം ഉണ്ടായിരിക്കില്ല. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി, അത് ഒഴിവാക്കിയാൽ മാത്രമേ ആഭ്യന്തര വിപണിയുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സാധാരണ ഉപ്പും മുളകും വാങ്ങുന്നതിന്റെ വിലക്കയറ്റം പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മുടെ വിദേശ നാണ്യശേഖരം ഒരു പരിധി വിട്ട് ചിലവഴിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് സാധനങ്ങൾ പരമാവധി ജനങ്ങൾ ഉപയോഗം കുറക്കണം എന്ന് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത്. ഇത് പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത കണക്കിലെടുത്താണ്. ഇത് അവസാനിച്ചു കഴിഞ്ഞാൽ ഇത് സാധാരണഗതിയിലേക്ക് തിരിച്ചെത്താനും സാധ്യതയുണ്ട്. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കണം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.